ഈ പെട്ടെന്ന് കയറി വരുക, ലോൺ എടുക്കുന്നില്ല, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നില്ല, ഇത്ര ഏക്കർ അവിടെ മേടിക്കുന്നു, അത് ഡെവലപ്പ് ചെയ്യുന്നു. നിങ്ങൾ കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കണം. ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ഒരു 300, 500, 1000 ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് അത് ഡെവലപ്പ് ചെയ്യാൻ അദ്ദേഹം അവരുടെ അസറ്റ് എന്ന് പറയുന്ന സാധനം, അതായത് വിദേശത്ത് നിന്ന് ഓഫ് ഷോർ ഫണ്ട് എടുക്കുന്നു, എന്നിട്ട് അത് ഡെവലപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഇത് വിൽക്കുന്ന ക്ലയൻസിന് പോലും ബുക്ക് ചെയ്യുന്ന സമയത്ത് 10% മതി, അത് പണി മുഴുവനും പൂർത്തിയാക്കിയിട്ട് ബാക്കി പണം കൊടുത്താൽ മതി. കോമൺ സെൻസ് വെച്ച് ആലോചിക്കണം, എത്രയായിരിക്കും ഈ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർക്ക് ആകെ കിട്ടുന്ന മാർജിൻ എന്ന് പറയുന്നത്. അതായത് എൻ്റെ ഒരു അനുമാനം അനുസരിച്ച് ബാംഗ്ലൂർ സിറ്റിയിലാണെങ്കിലും ഡൽഹി ആണെങ്കിലും മുംബൈ സിറ്റിയിലാണെങ്കിലും ഈ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സിന് കിട്ടുന്ന ലാഭം 16 മുതൽ 20% ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാം, ഇന്ത്യയിൽ കഴിഞ്ഞ ഈ കോവിഡിന് ശേഷം ശരിക്കും റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ് താറുമാറായിപ്പോയി പലയിടത്തും. പല റിയൽ എസ്റ്റേറ്റുകാരും ഡൽഹിയിലാണെങ്കിലും മുംബൈ പല സിറ്റികളിലാണെങ്കിലും പലരും പാപ്പർ ഹർജിയെല്ലാം ഫയൽ ചെയ്തു പോയി. പല ആൾക്കാരും വലിയ വലിയ ഹ്യൂജ് കമ്പനികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ മറ്റു പല കമ്പനികൾ അത് പിടിച്ചു നിന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ഇവർക്കൊക്കെ ഫണ്ടിങ് സോഴ്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. പല സന്ദർഭങ്ങളിലും ഗവൺമെൻറ്റിന് അറിയാം ഇതൊക്കെ നടക്കുന്നുണ്ട്. അത് ചില സന്ദർഭങ്ങളിലൊക്കെ ഗവൺമെൻറ് അങ്ങ് കണ്ണടച്ചങ്ങ് കൊടുക്കും. കാരണം ആ ഒരു പ്രോജക്റ്റ് നിൽക്കുകയാണെങ്കിൽ അത്ര പേരുടെ ജോലി പോകും. അതായത് ഈ മണി റോളിംഗ് എന്ന് പറയുന്നൊരു എക്കോണമിയുടെ വലിയൊരു ഫാക്ടറാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് പല സന്ദർഭങ്ങളിലും കണ്ണടച്ചങ്ങിയിരിക്കും. പിന്നീട് ഇത് എല്ലാ ലക്ഷ്മണരേഖ ക്രോസ് ചെയ്യുമ്പോഴാണ് ഗവൺമെൻറ് ഏർപ്പിടിക്കുന്നത്. ഇതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, മലയാളം ചാനലുകളൊക്കെ പറയുന്നത് ഇൻകം ടാക്സിൻ്റെ പീഡനം കൊണ്ടും ചില യൂട്യൂബേഴ്സ് പീഡനം കൊണ്ടാണ് റോയിക്ക് ഇതൊക്കെ സംഭവിച്ചത്. ആസ് എ ജേർണലിസ്റ്റ് ഒരു കാര്യം പറയാം, മോദി ഗവൺമെൻറ്റിൻ്റെ വളരെ പോസിറ്റീവായിട്ടൊരു സ്റ്റെപ്പ് ഇൻകം ടാക്സിലുണ്ടായിട്ടുണ്ട്. അതായത് അപ്രൈസൽ. ഒരു കമ്പനിയുടെ അപ്രൈസൽ എന്ന് പറയുന്നത് അവരൊന്നും അറിയാത്ത വേറെ മേഖലയിൽ, അതായത് കേരളത്തിൽ ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഇൻകം ടാക്സ് അപ്രൈസലൊക്കെ ചെയ്യുന്നത് ചണ്ഡീഗഡിലോ ഹിമാചലിലോ അവിടെയൊക്കെ ആയിരിക്കും. അതായത് ഇൻകം ടാക്സിൽ പഴയ കാലത്ത് നിന്നുള്ള കറപ്ഷൻ ശരിക്കും ഷാർപ്പായിട്ട് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്.